ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുഖത്തിന് മാത്രം സൗന്ദര്യം വരുത്തിയാൽ മതിയോ? പോരാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടുള്ള കാര്യമാണ്. മുഖത്തിന് മാത്രം സൗന്ദര്യം വരുത്തിയാൽ പോരാ. ചിലവരുടെ കഴുത്തുകൾ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് ചുളിവുകളും എല്ലാം വന്ന് ഇവിടെ ഉള്ളിലോട്ട് അകന്നോട്ട് കയറിയിരുന്ന് ഉള്ള പ്രായം, ചിലപ്പോൾ ഒരു കൊച്ചായിരിക്കും, അധികം പ്രായമൊന്നും കാണത്തില്ല, പക്ഷെ കഴുത്ത് നോക്കുമ്പോൾ പട്ടുകിളവികളെ പോലെ ഭയങ്കരമായിട്ടും കഴുത്ത ചുളിവുകളെല്ലാം വന്ന ഒരു പരുവായിട്ട് കറുത്ത പാടും എല്ലാം, കഴുത്തിന് ചുറ്റും കറുത്ത പാടും എല്ലാം വന്നിരിക്കുന്ന കാണാം. പക്ഷെ ഞാൻ വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷത്തോളം ഈ ടിപ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കഴുത്തുകൾക്ക് ചുളിവുകൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഈ റെമഡി കൊണ്ടാവും എന്നാണ് എൻ്റെ ധാരണ. കാരണം ഇത് കൊണ്ട് തന്നെയാണ് എനിക്ക് ചുളുക്കൊന്നും വീഴാതിരിക്കുന്നത്. എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാർ എനിക്ക് പലരും അറിയാം. ഇവിടെ എല്ലാം ചുളുക്കും പിടിച്ച് എല്ലാം ഇരിക്കുന്നു. അവരൊന്നും അവരുടെ ശരീരം നോക്കുന്നതില്ലെന്നേ. നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ശരീരമൊക്കെ നോക്കണം അല്ലേ. സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവം അല്ലാണ്ട് സുന്ദരമായിട്ടുള്ള ആ ഒരു ഇതല്ല നമ്മൾ സൗന്ദര്യം എന്ന് പറയുന്നത്. ഓരോന്നും നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ വൃത്തിയാക്കി നോക്കുക. കൈ നോക്കുമ്പോൾ ആരും അയ്യേ കൊള്ളത്തില്ല, അവിടെ വൃത്തികെട്ട പെണ്ണ്, കാല് നോക്കി അയ്യോ അവർക്ക് വൃത്തിയില്ല, ഇതൊന്നും പറയിപ്പിക്കല്ല. ഇതാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, അല്ലാണ്ട് കാഴ്ചയിലല്ല. അതുകൊണ്ട് നമ്മൾ ഓരോ ടിപ്സും ചെയ്തത് നോക്കിക്ക്. ഞാൻ ഈ ടിപ്സ് ഇന്നിപ്പം ഞാൻ ചെയ്തു, അതായത് നിങ്ങളെയും കൂടെ കാണിക്കാം, എനിക്ക് ഉപകാരമാവുമല്ലോ എന്നോർത്താണ് ഞാൻ ഈ ടിപ്സ് ചെയ്തത്. അപ്പം നമ്മുടെ കഴുത്തിലെ ചുളിവുകൾ മാറ്റി, കറുത്ത പാടുകളും എല്ലാം മാറ്റി നമ്മുടെ കഴുത്തടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ പാചകത്തിന് നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. ഫസ്റ്റിലെ പാചകമാണ് കാണിക്കുന്നത്, അല്ലാണ്ട് ആരും എന്നെ തല്ലിക്കൊല്ലില്ല. സ്കിപ്പ് ചെയ്ത് പോയിട്ട് കഴുത്തിൻ്റെ ഇത് കാണണമെങ്കിൽ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദോശ സാമ്പാർ, രാവിലെ സാമ്പാർ വെച്ച് ദോശയെല്ലാം കഴിച്ചു. ഒരു പഴവും കൂടെ കൂട്ടി ദോശ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ചോറൊക്കെ ആയി കേട്ടോ. രാവിലെ വലിയ മോന് ഓഫീസിൽ കൊണ്ടുപോകണമായിരുന്നു, അവനും ചോറ് വെച്ചു, മീൻ വറുത്ത് കൊടുത്തു വിട്ടു, മീൻകറി ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, അതും കൂട്ടി 2 പിള്ളേർക്കും കൊടുത്തു വിട്ടു. ഒരാൾ കോളേജിലും പോയി. ഇനിയിപ്പൊ ചേട്ടൻ ഇന്നലെ വൈകിട്ട് നമ്മൾ ഇനി എന്നാ പരിപാടി, ഉച്ചക്കലത്തേക്കുള്ള കറിയുടെ കാര്യം. അപ്പൊ ഞാൻ എന്നാ ചെയ്തു, വെണ്ടയ്ക്ക നമ്മുടെ കിറ്റിനകത്ത് കുറേ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, നല്ലൊരു കിറ്റായിരുന്നു കേട്ടോ. അതിനകത്തുനിന്ന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയാക്കി അരിഞ്ഞു വെച്ചു. ഇനി നമ്മുടെ ചീര, ഇന്നലെ ഒരു അമ്മുമ്മ നമ്മുടെ തിരുനക്കര അമ്പലത്തിന്റെ അവിടെ ഒരു അമ്മുമ്മ ചീര വെക്കുന്നുണ്ട്. ആ അമ്മുമ്മയുടെ നമ്മൾ ചീര വാങ്ങിക്കുവാണെങ്കിലുണ്ടല്ലോ അടിപൊളി ചീരയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നാടൻ ചീരയാണ്. അപ്പൊ ഞാൻ ആ ചീര എന്നാ ചെയ്തു, എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തണ്ടിനെ എടുത്ത് ഇതുപോലുള്ള തണ്ടിനെ 2ആയിട്ട് മുറിച്ച് നടുക്കൂടെ കീറി ഇങ്ങനത്തെ തണ്ടൊക്കെ ഇങ്ങനെ അടിയിലാക്കി ഇട്ടിട്ടുണ്ട്. ഈ തണ്ടിനെ നമുക്ക് അടിയിലിട്ട് കൊടുക്കാം. കുക്കറിനകത്തിട്ട്, ഞാൻ കുക്കറിനകത്താണ് വെക്കുന്നത് കേട്ടോ. ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു ഒരുക്കി കഴുകി വെച്ചിട്ടുണ്ട്. മാങ്ങ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ ചക്കക്കുരു ഈ ചീരത്തണ്ടും കൂടെ അടിയിലിട്ട് കൊടുക്കണം. മേളില് ചീരയും മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ശകലം മുളക് പൊടി, കുറച്ച് ഉപ്പും ഒരിത്തിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്കങ്ങ് വേഗം വെക്കാം. അപ്പൊ നമ്മുടെ ചീരയും ചക്കക്കുരുവും അതിന്റെ തണ്ടും എല്ലാം വെന്തോ നമുക്ക് നോക്കാം. വെന്തോ നോക്കാനൊന്നുമില്ല, വെന്തിരിക്കുവാണ്. മാങ്ങയും എല്ലാം കൂടെ പേശിന് വെന്തിരിക്കുക കേട്ടോ. ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തു. ഏറ്റവും ബെസ്റ്റ് ചീരയ്ക്ക് ചക്കക്കുരു മാങ്ങയും ചീരയും കൂടെ വെക്കുന്നതാണ്, ശരിയല്ലേ? ഞങ്ങൾ ചീരവേല വെക്കുമ്പോൾ ചീരയും ഇലയും ചീരയുടെ തണ്ടും ചക്കക്കുരു മാങ്ങ ഇത്രയും മാത്രമേ ഇടത്തുള്ളൂ. നമ്മുടെ കോട്ടയത്തൊക്കെ, നമ്മുടെ ചേർത്തല ഭാഗം അങ്ങോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ വെള്ളരിക്കായും എല്ലാം ഇതിനൊപ്പം ഇടും. പക്ഷെ കോട്ടയത്തൊക്കെ ആൾക്കാര് ഇങ്ങനെ വെക്കുന്ന അവിയൽ എല്ലാം നല്ല ടേസ്റ്റ് അല്ലേ. അപ്പൊ
വെന്ത് നന്നായിട്ടിരിക്കുന്നു. നമുക്ക് അരപ്പിനെയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇതാ അരപ്പൂടി ഇട്ട പിന്നെ നമ്മുടെ ചീര അവിയൽ റെഡിയായി. അടുത്തത് നമ്മള് ചില ഇഞ്ചി ചേട്ടൻ കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ട് പിന്നെ കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ട് അതൊരു ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ഒരുക്കി വെക്കുന്നേ ഉള്ളൂ. നാളെ കറി വെക്കത്തുള്ളൂ. അതിനിപ്പുറം ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണം. കാരണം എനിക്കും ചെയ്തിട്ട് കുറേ ആയി. അതെന്നാന്നുള്ളത് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. ഇന്ന് നമുക്ക് ഇന്നലത്തെ മീൻകറിയുടെ ഉണ്ട്, ശകല ഇരിപ്പുണ്ട്, പ്രസാദം പോലെ എടുക്കാനുള്ളത് ഇരിപ്പുണ്ട്, മെഴുക്കുവരട്ടി വെണ്ടയ്ക്ക വെച്ചത്. ആഹാ, ഈ അമ്മൂമ്മയുടെ ചീരവിയലുണ്ടല്ലോ നല്ല ബെസ്റ്റ് അവിയല. കാരണം അവിയലെന്ന് പോട്ടെ, ചീരയ. കാരണം എന്നാന്നറിയാം, അമ്മുമ്മ സ്വന്തമായിട്ട് നട്ടുണ്ടാക്കുന്ന ചീരയാന്ന് തോന്നേ. അമ്മ അറിയാം, നമ്മളെപ്പോഴും അവിടുന്ന് വാങ്ങിക്കുന്നത്. അടിപൊളിയാ. ഒന്ന് ഇതാക്കാൻ വെച്ചേ, എന്നിട്ട് അങ്ങോട്ട് താത്ത് വെച്ച. ചിലവർ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും, ഞങ്ങൾ ചീരവേല ഒഴിക്കത്തില്ല, മറ്റേ വേലൊക്കെ ഒഴിക്കും. പിന്നെ പപ്പടം ഉണ്ട്, ഗുരുവായൂർ പപ്പടം ചേട്ടൻ മേടിച്ചോണ്ട് വന്നു. അതും കൂടെ അങ്ങോട്ട് കാച്ച വെച്ച് പോരെ, മതി, ധാരാളം മതി. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, വീട്ടമ്മമാർ എപ്പോഴാണ് ഹനുമാൻ സ്റ്റൈൽ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീതി ദിലീപ് മാത്രമേ വീഡിയോ മൊത്തം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പ്രീതി ദിലീപിന് ചിരിച്ച് തകർന്നെന്ന് പറഞ്ഞു. ആ ഇതിന്റെ കേട്ടിട്ട്, ഞാൻ പറയുന്നത് കേട്ടിട്ട്, അത് കേട്ട് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ അത് കേൾക്കാത്തവരുണ്ടായി. ഇന്നലത്തെ ആണോ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ പോയി നോക്കണേ. ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ കേട്ടിട്ട് വന്ന് കമന്റ് ഇടണേ. കേട്ടവർ വന്ന് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. വീട്ടമ്മമാർ എപ്പോഴാണ് ഹനുമാൻ സ്റ്റൈൽ ആകുന്നത്? ശരിക്കും എല്ലാ വീട്ടമ്മമാരും അങ്ങനെ ആവും. അത് ഏത് സമയത്താന്നുള്ളത് മിനിഞ്ഞാന്നത്തെ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അന്നേരം നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇനി എന്നെ എടുക്കണം. നമ്മുടെ ഇഞ്ചി ഞാനിപ്പോൾ ഇരുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ വട്ടത്തിൽ അരിഞ്ഞും കൂടെ വെക്കണം. ടിപ്സ് ചെയ്യണം. ടിപ്സ് അടിപൊളി ടിപ്സ് ആട്ടോ. ഇതോ നോക്കിക്കോ, എൻ്റെ ഇവിടെ ചുളുക്കൊന്നും വേണ്ടിയിട്ടില്ലല്ലോ. അതിന്റെ രഹസ്യം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് കാണാം. നമ്മുടെ ചീരവൽ റെഡി. ഇത് മാത്രം മതി. ചൂട് ചോറിനകത്തോട്ടിട്ട് പെരട്ടി അങ്ങോട്ട് ചോറിനെ ബഹുവാണ്, തച്ച. അപ്പോഴേ നമ്മുടെ അടുത്ത ടിപ്സിന് മുമ്പുള്ള പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ പേരയ്ക്ക ജ്യൂസ് അടിക്കാനുള്ളത് തരം തിരിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഭയങ്കര നല്ല പഴുത്തതിനെ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ ജ്യൂസിനെടുക്കുക. നല്ല അടിപൊളി ജ്യൂസാട്ടോ. ഇന്നലെ കൊച്ചു ഇളയാൾ പേരയ്ക്കാന്ന് പറയുന്ന സാധനം തിന്നത്തില്ല. ഇതൊക്കെ കഴുകിയെടുക്കണം. ഇതൊന്നും എല്ലാം നേരെ പറിച്ചതിനാട്ടോ. ഇളയാൾ പേരയ്ക്ക തിന്നത്തില്ലാത്തൊരു സാധനം, ഒരു വല്ലാത്തൊരു സൃഷ്ടിയാണ് ഇളയാൾ. കാരണം ഇഷ്ടമില്ല പേരയ്ക്ക ജ്യൂസ്, വെറുതെ തിന്നുന്നത്. അപ്പം നമ്മൾ എന്ത് വേണ്ടി, നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. ജ്യൂസാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം. ഇതിനെ നന്നായിട്ട്, ഇതെനിക്ക് ഇടയ്ക്കൊക്കെ തിന്നാൻ എനിക്കും അമ്മയ്ക്കും ഇഷ്ടം. ഇത് നന്നായിട്ട് കഴുകി തൊലിയും ചെത്തി ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന മെഷീനില്ല നമ്മുടെ, അതിനകത്ത് അടിക്കുന്ന കേട്ടോ. അപ്പം നമുക്ക് കഴുകിയൊക്കെ കൊണ്ടുവരാം. അപ്പം നമ്മുടെ ജ്യൂസ് നമ്മൾ പേരയ്ക്ക നോക്കിക്കേ, അടിപൊളി ജ്യൂസാക്കി പാലും എല്ലാം ഒഴിച്ച് എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വെക്കണം. ജ്യൂസറിനകത്ത് എടുക്കുന്നതുകൊണ്ട് ഒരു കുരു പോലും നമുക്ക് വീഴത്തില്ല. ഷേക്ക് പോലെ ഇരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ടിപ്സിലോട്ടങ്ങ് പോയേക്കാം. അപ്പം നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ബ്യൂട്ടി ടിപ്സിലോട്ട് പോകാം കേട്ടോ. നല്ല ഒരു ടിപ്സാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തെന്നാൽ, നിങ്ങളുടെ മുഖത്തിന് മാത്രം നിങ്ങൾ ഭംഗി വരുത്തിയാൽ മതിയോ, അതോ അത് മതിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. പോരാ, നിങ്ങളുടെ കഴുത്തിനും കൂടെ നിങ്ങൾക്ക് ഭംഗി വരുത്തണം. നിങ്ങളുടെ കഴുത്തിലെ ചുളിവുകളെല്ലാം മാറ്റി അടിപൊളി കറുത്ത പാടുകൾ, കറുത്ത കുത്തുകളെല്ലാം മാറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. എൻ്റെ കഴുത്തിന് ചുളിവുണ്ടോ നോക്ക്,
എൻ്റെ കഴുത്തിന് ഇതുവരെ ചുളിവുകൾ വരാത്തതിൻ്റെ രഹസ്യം എന്താണ്? ഇതാണ് ആ രഹസ്യം. പറഞ്ഞു തരാം. എടുത്തോണ്ട് വരാം സാധനങ്ങളൊക്കെ കേട്ടോ. എൻ്റെ കഴുത്തിൽ ചുളിവുകൾ വരാത്തതിൻ്റെ രഹസ്യം ഇതാണ്. ഏതാണ്? നമ്മുടെ അരിപ്പൊടി. ഞാനിപ്പം ഇന്ന് എന്താണെങ്കിലും കാര്യമായിട്ട് തന്നെ ചെയ്യുവാണ്. കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ്. ഇതാ അരിപ്പൊടി ആവശ്യത്തിന് വേണം കേട്ടോ. എനിക്ക് ഇച്ചിരി വേണം, കാരണം ഞാൻ ചുറ്റിനും അങ്ങ് തേക്കും ഇങ്ങനെ. അരിപ്പൊടി ജസ്റ്റ്. അടുത്തത് മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, നമ്മൾ പൊടിക്കുന്നിടത്തു നിന്ന് മേടിച്ച മഞ്ഞൾപ്പൊടി. ഒരു ഞുള്ള് മതി മഞ്ഞൾപ്പൊടി കേട്ടോ. അരിപ്പൊടി അടച്ചു വെക്കട്ടെ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് നമ്മുടെ റോസ് വാട്ടർ. ഇതാ റോസ് വാട്ടർ കുറച്ച് ഒഴിക്കുക ജസ്റ്റ്. അടുത്തത് നെക്സ്റ്റ് ഏതാ? നാരങ്ങാനീര് വെച്ച് വേണം നമ്മൾ നന്നായിട്ട് ഇത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം. എല്ലാം കൂടെ പേസ്റ്റ് പരുവായില്ലെങ്കിൽ വീണ്ടും നാരങ്ങാനീരോ റോസ് വാട്ടറോ. നാരങ്ങാനീരാകുമ്പം നിങ്ങളുടെ കറുത്ത പാടൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. നാരങ്ങാനീരിൻ്റെ ഗുണം അറിയാലോ. കറുത്ത പാടുകൾ മാറും, നല്ലൊരു ഗ്ലോ തരും. അരിപ്പൊടിയും പനിനീരുമൊക്കെ ചുളിവുകളെല്ലാം മാറ്റി നിങ്ങൾക്ക് യുവത്വം നൽകും. ഒരു ചുളിവും കഴുത്തിൽ. ചിലവരുടെയൊക്കെ എത്ര പ്രായം കുറഞ്ഞവരായിക്കോട്ടെ, എൻ്റെയൊക്കെ പ്രായത്തിലൊക്കെ ഓരോരുത്തരുടെ കഴുത്തൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, ഇവിടെ നിറച്ച് ചുളിവുകളാണ്. ആ കഴുത്ത് കാണുമ്പം എന്നേക്കാ പ്രായം കുറഞ്ഞവരുടെ കഴുത്ത് കണ്ടാലും ഭയങ്കര ചുളിവുകളാണ്. ആ ചുളിവുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുവേ ഈ പുള്ളിക്കാരിക്ക് ഭയങ്കര പ്രായമുണ്ടെന്ന്. പക്ഷെ ഉണ്ടല്ലോ, അവർക്ക് പ്രായം ഇല്ലായിരിക്കാം. അങ്ങനെ പ്രായം തോന്നാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന റെമഡികളാണ് ഇതൊക്കെ. നിങ്ങൾ വിചാരിക്കും ഈ ചേച്ചി ഒരു പുലിയാണല്ലോ എന്നല്ലേ. സത്യം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കഴുത്തിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കുന്നത്. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 15 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്യണം കേട്ടോ. മസാജ് ചെയ്തിട്ട് ഞാൻ തേക്കുമ്പോഴേ ഇപ്പം നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലേ, അല്ലെ ഞാൻ നല്ലതായിട്ട് ഇപ്പം നമ്മൾ വീഡിയോയിലുള്ള ഷാളൊക്കെ ഇടുന്നത്, ഷാളൊക്കെ മാറ്റി നല്ല വൃത്തിക്കാൻ തേക്കും. ഇത്രയും ഭാഗത്ത് മതി കേട്ടോ. ഇവിടാണ് ഏറ്റവും ചുളുക്കെല്ലാവർക്കും. ചിലവർക്ക് എന്താ പറയേണ്ടത്, ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഉള്ളിലോട്ട് ഇങ്ങനെ കയറി ഇരിക്കത്തില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ റെമഡി ചെയ്യും കേട്ടോ. ചുളിവുകളൊക്കെ വരാതെ ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വേറെ ഒന്നും നിങ്ങൾ പോണ്ട, ഒരു നാച്ചുറൽ ടിപ്സ് അല്ലേ ഇത്. എന്താണേലും ഞാനിത് നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. ഈ കഴുത്തിൻ്റെ ചുളിവിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. എനിക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നേരത്തെ തൊട്ടേ തുടങ്ങണം. ഇത് ഞാൻ എവിടെ നിന്നായിരുന്നെന്നറിയാവോ കണ്ടത്? നമ്മുടെ ഏതോ ഒരു ഇതിനകത്തുനിന്ന് കണ്ടതാണ്. അന്ന് തൊട്ട് ഒത്തിരി നാളെ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഞാനെല്ലാം ഓരോന്ന് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കാണിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ പറഞ്ഞ് ഇതാകേണ്ട കാര്യമില്ലല്ലോ. ഓരോന്നും പറയണ്ടേ. ഓരോ ദിവസവും ഓരോന്നാണ് ഞാൻ ചെയ്യുന്നത് പറയുന്നത് കണ്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് മസാജ് ചെയ്യണേ. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുക കേട്ടോ. മസാജ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ടിപ്സാണ് കേട്ടോ. കഴുത്തിലെ ചുളിവുകൾ മാറ്റി കറുത്ത പാടുകൾ മാറാൻ എല്ലാത്തിനും നല്ല സാധനം കേട്ടോ. ഇതൊരു 15 മിനിറ്റ് എന്നിട്ട് നിങ്ങൾ വെക്കണേ. 15 മിനിറ്റ് ആകുമ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ആ കരിഞ്ജീരകം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കരിഞ്ജീരകത്തിൻ്റെ കറുത്ത പാടും മുഖത്തെ ഇതെല്ലാം മാറാതാ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ കറുത്ത പാടൊക്കെ പോയി. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, തക്കാളി നീരില്ലേ, തക്കാളി നീരും നാളെ പറഞ്ഞുതരാം. അടിപൊളി ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ. ഞാൻ അതും ചെയ്യുന്നതാണേ. അത് നാളെ പറഞ്ഞുതരാം. മുഖത്തെ കറുത്ത പാടുകളും മുഖം മിനുസമാകാനും എല്ലാം ഉള്ള ഒരു അടിപൊളി ടിപ്സ് ഇന്ന് വീഡിയോ കാണുന്നവർ നാളെ എൻ്റെ വീഡിയോ കണ്ടോണം. അതിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അത്ര നല്ല കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ചെയ്യും കേട്ടോ. ആഴ്ചയിൽ ഒന്നൊന്നൊന്നുമല്ല, എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ അല്ല, എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്ന കേട്ടോ. അവൾ വീഡിയോ കണ്ടിട്ട് ഞാനും ആ വീഡിയോ കണ്ടായിരുന്നു.
പക്ഷേ ആ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കിയല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ കൂട്ടുകാരി പറഞ്ഞത് എന്നെ ഏതിനകത്തു നിന്നാണ് അവിടെ എനിക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആ ചാനലെടുത്ത് നോക്കിയപ്പോൾ കറക്റ്റായ കാര്യമായിരുന്നു. അടിപൊളിയാട്ടോ. ഇതെനിക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടി. കാരണം ഇതുവരെ കഴുത്തിന് ചുളുക്ക് വന്നിട്ടില്ല. ഞാൻ അപ്പം നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ഇരിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അപ്പം നമ്മൾക്ക് 15 മിനിറ്റായി. ഒന്ന് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കഴുത്ത് ചുറ്റിനും തേക്കാം കേട്ടോ. കഴുത്ത് ചുറ്റിനും കറുത്ത പാടുകൾ, കഴുത്തയിലുള്ള കറുത്ത പാട് ഇതെല്ലാം പോകാന്നല്ല കേട്ടോ. ഈ സൈഡിലൊക്കെ ചില മിക്കവർക്കും കറുത്ത പാടൊക്കെ വരത്തില്ലേ, അതിനെല്ലാം നല്ലൊരു ടിപ്സാണിത്. ഏറ്റവും ബെസ്റ്റ് കറുത്ത പാടിനും ചുളിവുകൾക്കും കേട്ടല്ലോ, അതിലാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെ കാണിക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് കുറേ നേരം ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത പാടുള്ളിടത്തൊക്കെ നന്നായിട്ട് ഉരയ്ക്കണേ. ഞാൻ ഈ പൊറോട്ടം ചെയ്യുന്ന കുളിക്കാൻ നേരമാണ് ഞാനിത് എപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഉടുപ്പയിലൊക്കെ ആവുന്ന കഴുത്തിൻ്റെ പൊറോട്ട് പോകാത്ത പൊറോട്ടും ചെയ്യാവുന്നതാണ്. കറുത്ത പാടുകളെല്ലാം പോവും. കഴുത്തിലെ ചുളിവുകളാണ് ഏറ്റവും വൃത്തികേട് ചിലവരുടെ കഴുത്തല്ലേ. നമുക്കപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വരാവേ. കഴുകിയിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പം നമ്മൾ നമ്മുടെ കഴുത്തൊക്കെ വൃത്തിയാക്കി തുടച്ച് വന്നു. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ? ഇനി നമ്മൾ നമ്മുടെ അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തേക്കുക. അതല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും പോരാ, കോക്കനട്ട് ഓയിൽ നിങ്ങൾ തേക്കുക. എനിക്കിപ്പം അലോവേര ജെല്ലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കഴുത്തേൽ അങ്ങ് തേക്കുന്നു. നല്ല ഭംഗിയിലപ്പം ഇരുന്നോളും. ഒരു ചുളുക്കും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയുവാണ്. ചുളുക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്തോട്ടോ. ഞാൻ അതിനാണ് കുറേ ആളായി ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് എൻ്റെ തൊണ്ടയുടെ ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് ചുളുക്കൊന്നും വീഴാതിരിക്കുന്നത്. നല്ല റിസൾട്ടാട്ടോ ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ അലോവേര ജെല്ലൊക്കെ കയ്യേലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ കയ്യേലും ഒക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ ഒരു കുഴപ്പവും വരത്തില്ല. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ടിപ്സ്? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. കഴുത്തിനെ ചുളുക്ക് വരാത്ത രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള അടിപൊളി ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.